വർക്കൗട്ട് ചെയ്യുന്ന പലരും എടുക്കുന്ന സപ്ലിമെന്റ് ആണ് ക്രിയാറ്റിൻ. ക്രിയാറ്റിൻ കഴിക്കാൻ പറ്റും. നമുക്ക് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ റാഷിദ്, ഫാമിലി ഫിസിഷ്യൻ. ക്രിയാറ്റിൻ ഏറ്റവും കൂടുതൽ റിസർച്ച് നടന്നിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് ക്രിയാറ്റിൻ. നമ്മുടെ ശരീരത്തിൽ നാച്ചുറൽ ആയിട്ട് ക്രിയാറ്റിൻ ലിവർ, പാൻക്രിയാസ്, കിഡ്നി എന്നീ അവയവങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. ഇതിന് പുറമെ ഹൈ പ്രോട്ടീൻ ഫുഡ് ആയിട്ടുള്ള ആനിമൽ മീറ്റ്, ഫിഷ് എന്നീ ആഹാരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ക്രിയാറ്റിൻ നമ്മുടെ ശരീരത്തിൽ ഹൈ എനർജി ഡിമാൻഡ് ഉണ്ടാകുന്ന സമയത്ത് പ്രൈമറി എനർജി കാരിയർ ആയിട്ടുള്ള ATPയെ റീജനറേറ്റ് ചെയ്യുകയും ഇത് മൂലം നമുക്ക് കൂടുതൽ നേരം കൂടുതൽ ഇന്റൻസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ സഹായിക്കും. ക്രിയാറ്റിൻ സപ്ലിമെന്റ് എടുക്കുന്നവർ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് 3 മുതൽ 5 ഗ്രാം ഒരു ദിവസം എടുക്കാവുന്നതാണ്. ഇത് ഏതെങ്കിലും ഒരു ഭക്ഷണത്തിന്റെ കൂടെ എടുത്താൽ ഇതിന്റെ അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. ക്രിയാറ്റിൻ എടുക്കുന്നവർ 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ക്രിയാറ്റിന് ബ്ലോട്ടിംഗ്, ഹെയർ ലോസ് പോലത്തെ സൈഡ് എഫക്റ്റ് ആണ് കണ്ടുവരുന്നത്. ക്രിയാറ്റിൻ ആരൊക്കെ എടുക്കാൻ പാടുള്ളതല്ല? ഓൾറെഡി കിഡ്നി ഡിസീസ് ഡയഗ്നോസിസ് ചെയ്ത ആള്, ഹാർട്ട് ഡിസീസ് ഉള്ള ആള്, ലിവർ ഡിസീസ് ഉള്ള ആള്, മുമ്പ് ഒരിക്കൽ സ്ട്രോക്ക് ഒക്കെ വന്നിട്ടുള്ള ആൾക്കാർ ഇത് എടുക്കാൻ പാടുള്ളതല്ല. ഇനി വേറെ ഏതെങ്കിലും അസുഖത്തിന് ഗുളിക കഴിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ക്രിയാറ്റിൻ എടുക്കുക. പ്രഗ്നൻസി, ലാക്ടേഷൻ സമയങ്ങളിൽ ക്രിയാറ്റിൻ അവോയ്ഡ് ചെയ്യുന്നതാണ് ബെറ്റർ.